വയറുള്ളവന് യഥാർത്ഥത്തിൽ ഇവിടെ അസിഡിറ്റി ഇവനാണ് നോക്കി നിൽക്കുന്നവന്. അല്ല മനസ്സിലായ അതിന്റെ ടെക്നോളജി മനസ്സിലായ? നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ കൊടുക്കൂല. എന്നാ അവന്റെ വയറൊന്ന് കത്തട്ടെ എന്ന് വിചാരിച്ചു നമ്മള് ഇച്ചിരി അവരെ നോക്കി ഇരുന്ന് തിന്നും. അതമ്മയ്ക്ക് ഈ പഴമൊക്കെ അത് പറയാമില്ല. ആരെ വായിലാണ് യഥാർത്ഥത്തിൽ അസിഡിറ്റി ഉണ്ടാവുന്നത്? ആരെ വയറാ കത്തുന്നത്? നോക്കി നിൽക്കുന്നവന്റെ. അങ്ങനെയാണ് കൊതി വിടുന്നത്. കൊതി വിടുന്നത് ഇവനാണ്. അവന്റെ വയറല്ല വന്നത്. എന്റെ ആ സയൻസ് ഇല്ല, അത് പഴമയായോ? അതമ്മ പറഞ്ഞത് പഴഞ്ചൻ അല്ല. അവരുടെ എന്ത് കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ പുറകിലൊരു സയൻസ് വേണം. എല്ലാത്തിന്റെയും ബാക്കിലുണ്ടാകും. അതാണ് നമ്മൾ തട്ടിക്കളഞ്ഞത്. ആ പഴഞ്ചൻ തിരിച്ചു വരണം. അമ്മ പറഞ്ഞത് ആ അമ്മയുടെ കയ്യിലിരുന്ന് എല്ലാം തിരിച്ചു വരണം. ഏത് കാര്യം അവ ചക്കയ്ക്ക് ചുക്ക് അവർ പറഞ്ഞാണ്ട. ഇന്ന് നിങ്ങൾ ചക്കയിൽ നോക്ക്. ഇത് ചക്കയിൽ നിന്ന് നമ്മുടെയൊക്കെ വയറ് വേറെ എടുക്കും അല്ലേ? എന്താ കാര്യം? എന്താ കാര്യം? നിങ്ങൾ ഗ്യാസ് എപ്പോഴും ഫെർമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ഫെർമെന്റേഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മീനും ഇറച്ചിയും മത്സ്യമാംസാദികള് അന്നജത്തിന്റെ കൂടെ പറ്റൂല. മനസ്സിലായോ? അന്നജവും പ്രോട്ടീനും കൂടെ ഒരുമിച്ച് വായിച്ചെന്നാൽ ടെനാലിൻ എന്താണ് ആ രസത്തിന്റെ പേര്? സ്ഥലമല്ല, ടെലാലിനല്ല, വേറൊരു രസമുണ്ട്. നിന്നാണ് അവസാനം വരുന്നത്. കാരണം ആ ദഹനരസം നിർവീര്യമായി പോകും. ഇതിനെ ദഹിപ്പിക്കേണ്ടത് മനസ്സിലായ? അതുകൊണ്ട് മട്ടൻ തിന്നണമെങ്കിൽ കുറെ അവിച്ചൊക്കെ തിന്നോളുക. അതിന്റെ കൂടെ ചോറ് തിന്നരുത്. ഇരുത്താണ് അതിന് അർത്ഥം പറഞ്ഞു വരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്കാവുന്നത് നമ്മുടെ വയറിനകത്ത് ഇപ്പൊ ദഹിക്കില്ല. അതുകൊണ്ട് മട്ടൻ ചിക്കൻ ദഹിക്കുന്ന ആളിനെ പറഞ്ഞുതരാം, തിന്നാവുന്നവരെയും പറഞ്ഞുതരാം. മട്ടനും ചിക്കനും തിന്നാൻ വെച്ച് രാവിലെ നേരാൻ വേണം കക്കൂസിലും പോകണം. പോകുന്ന മരം വെള്ളത്തിന് പുറത്ത് പൊങ്ങി കിടക്കുന്നവന് ഇഷ്ടം പോലെ കഴിക്കാം. പക്ഷെ ഒറ്റ ഒരുത്തിന് ഇരിക്കുന്നതിനകത്ത് പൊങ്ങത്തില്ല, ഗ്യാരണ്ടി. ആര് തിന്നാലും മരം വെള്ളത്തിനകത്ത് പൊങ്ങില്ല. ചിക്കനും മട്ടനും തിന്നിച്ച് നോക്ക്, രാവിലെ നേരെ മലം താരം പോകും. പൊങ്ങി കിടക്കുവാനേ തിന്നോളൂ. പിറ്റേന്ന് പോലെ തിന്നാം. എപ്പോ താന്നു പോകുന്നു അപ്പൊ അവന് ദഹിച്ചിട്ടില്ല എന്നാണ്. ദഹിക്കാത്ത ആഹാരം പിന്നെ തിന്നണോ? സിമ്പിൾ അല്ലേ? ഒരിടത്തും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കഴിക്കുന്ന ആഹാരം ദഹിക്കണം. ദഹിക്കില്ല, അത് സത്യസന്ധമായ കാര്യമാണ്. പറ്റില്ല. അത് ചോദിക്കട്ടെ. ആൾക്കതില്ല. കഴിക്കാം. നേരത്തെ ഞാൻ കള്ളിന്റെ ഇക്വേഷൻ പറഞ്ഞു തന്നെ. ഒന്ന് എഴുതിക്കോ. 18 ലിറ്റർ കള്ളുണ്ടാക്കുന്നതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതിക്കോളൂ. അല്ലല്ല, ഈ പിന്നെ മറന്നു. ഇത് ഞാൻ പറഞ്ഞ് എന്നിട്ട് പോകുന്നുള്ളൂ. കള്ളല്ലേ പിന്നെ ഈ കുടിക്കുന്നവർക്കൊക്കെ ഒന്ന് എഴുതി കൊടുത്തത്. നിങ്ങൾ നാട്ടിലൊക്കെ ആൾക്കാർ കൊടുത്തത് 18 ലിറ്റർ കള്ളുണ്ടാക്കുന്നതിന്റെ യോഗം. ഏത് ഗട്ടറിലെ ആയാലും മതി വെള്ളം. 18 ലിറ്റർ. കാരണം ഞങ്ങള് പിന്നെ വയലാറില് കള്ളുണ്ടാക്കിയത് ഗട്ടറിനകത്തുനിന്നായിരുന്നു കോരി വെച്ചു. അറിയോ? പത്രത്തിലൊക്കെ വന്നത് നമ്മുടെ കളവൻകുളത്ത് ലാഹിത്തെ നോക്കി ഗട്ടറിനകത്ത് കോരി വയ്ക്കാൻ കാര്യം തരുമോ? ആൾക്കാർ തിരക്കും. ഈ പേര് കോഴി ഒഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനവൻ കട്ടറിൽ നിന്ന് തന്നെ കോരി വെച്ചു. അപ്പൊ 18 ലിറ്റർ വെള്ളം, 1.5 കിലോ പഞ്ചസാര, 3 പാളാങ്കുടം പഴം അളിഞ്ഞത്, 1.5 കിലോ പഞ്ചസാര, 3 പാളാങ്കുടം പഴം അളിഞ്ഞത് ചീഞ്ഞത്, 3 ഉരുളൻകിഴങ്ങ് വേവിച്ച് ഉടച്ചത്, ഉരുളൻകിഴങ്ങ് 3 വേവിച്ച് ഉടച്ചത്, 3 പാരസിറ്റാമോൾ 650 mg, 3 പാരസിറ്റാമോൾ 650 mg. ഇത് പാരസിറ്റാമോൾ കേട്ടപ്പോ നിങ്ങൾ ഇത്രയും ചിരിച്ചു. അടുത്ത വരാൻ പോകുന്ന രംഗം കേട്ടോളൂ. എക്കാലക്സ് കുപ്പി കിട്ടും ഇതുപോലെ. എക്കാലക്സ് എന്ന് പറയുന്ന സാധനം അറിയോ? കീടനാശിനി, സ്ട്രോങ്. ടിക്റ്റുണ്ടി ആയാലും കുഴപ്പമില്ല, പരാമറായാലും കുഴപ്പമില്ല. അപ്പൊ മില്ലിയില്ല. ഇങ്ങനെ കുപ്പിക്കകത്ത് ഒരു ഉണക്ക ഈർക്കല് മുക്കണം 4 ഇഞ്ച്. ഒരു ഉണക്ക ഈർക്കല് 4 ഇഞ്ച് മുക്കുക. ഈ എക്കാലക്സിനകത്ത്. എന്നിട്ട് അത് ഇതിനകത്ത് കലക്കണം. ഏതില്ല വെള്ളത്തിൽ കലക്കിയിട്ട് 1/2 ലിറ്റർ പഴയ കള്ളിന്റെ മട്ട്. പഴയ കള്ളിന്റെ മട്ട് അത് ഇത് തന്നെ ആയിരുന്നു സാധനം. ഇത് തന്നെ പഴയതായതല്ലേ.
പഴയ കള്ളിന്റെ മട്ട 1/2 ലിറ്റർ ഒഴിച്ചോ? ഒഴിച്ചു. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ജാളിക്കകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് ഞെരടി വേറെ കലത്തിനകത്താക്കണം. മനസ്സിലായോ? അരിപ്പയ്ക്കകത്തിട്ടിട്ട് ഉടച്ചിട്ടിട്ട് ഈ നമ്മുടെ നമ്മുടെ പത്രാപുരം മധ്യ തരുന്ന അറിയാലോ, കേട്ടില്ലേ? അതിന്റെ യോഗമായി തരുന്നേ, അതിന്റെ യോഗമായി തരുന്നത്. അല്ല, പേടിക്കണ്ട. കലക്കി ഒഴിച്ചിട്ട് ചെയ്തിട്ട് കലക്കല്ല, ഇത് ഞെരടി ഇടണം. അതിനകത്ത് നമ്മുടെ ഒരു പൊത്തയില്ലേ, പൊത്ത വയലിലൊക്കെ ഉണ്ടാകുന്നത്, അവളിലെ കൈയിട്ട് പിടിക്കുന്നത്, അതിന് പറയുന്നത് ബ്രാലല്ല, ബാലിനാണ് ബ്രാലിനാണ് പൊത്തെ നീർക്കുന്നില്ല. ഇത്രേ ഉള്ളൂ സാധനം. നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ വഴി ഓടിക്കും. നമ്മളാ വയലിനകത്തുനിന്ന് പൊത്ത പിടിക്കത്തില്ലേ? അല്ലല്ല, ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പൊത്തേന്ന് പറയുന്നത് വട്ടോൺ എന്ന് പറയും. ആലപ്പുഴയിൽ വട്ടോൺ ആലപ്പുഴ വട്ടോൺ എന്ന് പറയും. ഒരു മീനാ, ഒരു ചെറിയ മീൻ ഇത്രയും നമ്മുടെ മൂശികളൊക്കെ ഇരിക്കും. സാധനം മനസ്സിലായല്ലോ, അത് മതി. അത് ഒരെണ്ണത്തിനെ പിടിച്ചിനകത്തിടണം. അല്ലല്ല, 15 മിനിറ്റ് കൊണ്ട് അവൻ അടി നിർത്തിയാൽ ഓക്കെ. 10 മിനിറ്റിനകത്ത് അടി നിർത്തിയാൽ വെള്ളം വീണ്ടും ഒഴിക്കണം. 15 മിനിറ്റ് കൊണ്ട് അടി നിന്നില്ലെങ്കിൽ വീണ്ടും 1 ഇഞ്ച് എക്കാലക്സ് മുക്കണം. മനസ്സിലായോ? രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം കൂടി കുടിക്കും. കൂടുതൽ എക്കാലക്സ് കഴിഞ്ഞാൽ കണ്ണിന്റെ ബൽബ് ഉത്തരേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. ഇതാണ് ഈ കൊണ്ടുവന്ന് കേരളം മൊത്തവും കൂടെ പിന്നെ ആലപ്പുഴ മൊത്തവും കൂടെ ചെത്തിയാൽ പോലും ഈ തിരുവനന്തപുരത്ത് സിറ്റിയിൽ വിൽക്കാനുള്ള കള്ളുണ്ടാവില്ല. ഉണ്ടാവോ? ഇത്രയും ലിറ്റർ കള്ളവിടുന്ന വരുന്ന ഇവർക്ക് എല്ലാവർക്കും അറിയാം. അത് വേറെ. ഇനി ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളാ. അത് കോൾഗേറ്റ് പേസ്റ്റ് അല്ല, തിലോൺ പേസ്റ്റ്. അതൊക്കെ എന്താ പറയാ, ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ യോഗങ്ങളാ. അതിനകത്ത് ആന വയ്ക്കുന്ന സാധനങ്ങൾ ചേർത്തോളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിയും. അത് അവരവർക്ക് പാരസിറ്റാമോളിന് എണ്ണൊന്നും കൂടണ്ട. പാരസിറ്റാമോൾ 3 എണ്ണമാണ് ഞാൻ ഉള്ള യോഗമാണ് തരുന്നത്. റമ്മുണ്ടാക്കാം, നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കാം. വിരുദ്ധാഹാരം കേട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ കേട്ടുക, വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക. വിരുദ്ധാഹാരത്തിനകത്ത് മെയിൻ സാധനം, പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് ചൂട് സാധനം ഒഴിച്ച് കഴിക്കരുത്. ഫസ്റ്റ്, പ്ലാസ്റ്റിക് പാത്രത്തില് പ്ലാസ്റ്റിക് കപ്പിലോ ചൂട് ചായ കുടിക്കുന്നത് വിരുദ്ധാണ്. അപ്പൊ അതിനകത്ത് പോളിമറേഷൻ നടക്കും. അപ്പൊ റെയിൽവേയിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കപ്പ് കൊണ്ട് തരത്തില്ലേ, പ്ലാസ്റ്റിക് ഒരു അതിനകത്ത് ചൂട് ചായ ഒഴിക്കരുത്, വിരുദ്ധാണ്. അതുപോലെ തന്നെ ഊണും കഴിക്കുന്നതിനകത്ത് അലൂമിനിയം പാത്രത്തിനകത്ത് ഉപ്പും പുളിയും നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് കറി വെക്കരുത്. അലൂമിനിയം പാത്രത്തിൽ ഉപ്പ്, പുളി, നാരങ്ങ ഇതൊഴിച്ച് കറി വെക്കരുത്. അസമയത്ത് ആഹാരം കഴിക്കരുത്. അസമയം എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം 3.5 മണിക്കൂർ കഴിയാതെ ഒരു ആഹാരം കഴിച്ചിട്ട് വേറൊരു ആഹാരം കഴിക്കരുത്. അത് വിരുദ്ധാണ്. അതെങ്ങനെ പറയുന്നറിയാമോ? അതൊരു സിമ്പിളാണ് ഈ കാര്യം. ഞാനേ സാറിന് വീട്ടിൽ എത്ര വരുന്നു? 4 പേര്. എത്ര അരി ഇടും ഒരു ദിവസം? അത്താഴം എത്ര അരി ഇടും? 3 ഗ്ലാസ്സിലോ? നമ്മൾ സാധാരണ ഗ്ലാസ്സിൽ കിട്ടിയില്ല, 3 ഗ്ലാസ്. ഞങ്ങളൊരു 3 പേരും കൂടെ വൈകുന്നേരം വിരുന്ന് വരുവാണ്. അരി തിളച്ച് കിടക്കാണ്. അപ്പൊ ഒരു 3 ഗ്ലാസ് അരി കൂടെ അതിനകത്തിനാവും. എന്താ ഇടാത്തെ? ഇത് തന്നെയായി ഇവിടെ നടക്കുന്നത്. 3.5 മണിക്കൂർ വേണം ഇതൊന്ന് പ്രോസസ് ചെയ്ത് കഴിച്ച ആഹാരത്തിനെ ദഹിപ്പിച്ച് ചെറുകുടലിലോട്ട് ഇറക്കാൻ. അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വീണ്ടും കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ദഹനം നടക്കില്ല. ഇതാണ് സംഭവം. പറ്റൂല. 3.5 മണിക്കൂറും വേണം എങ്ങനെയായാലും. അതിന് നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഴമോ അങ്ങനെ പെട്ടെന്ന് ദഹിക്കുന്ന വല്ലതും കൊടുത്താൽ ഓക്കെ. വല്ല പഴമോ കട്ടി ആഹാരങ്ങൾ 3.5 മണിക്കൂർ കഴിയാതെ അടുത്ത ആഹാരം ഉള്ളിലോട്ട് പോകരുത്.
ഇതാണ് അതിനാണ് ഈ അരി ചോദിച്ചത്, അല്ലാതെ അരി വേവിക്കാനൊന്നുമല്ല. അതിന്റെ കറക്റ്റ് ഇതാണ്. അവിടെ വേവത്തില്ലെങ്കിൽ ഇവിടെയും വേവൂല. ഇവിടെ 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 ഒന്നും നടന്നിട്ടില്ല. അകത്ത് ചെന്നിട്ട് അവിടെ ഒരുപാട് പ്രോസസ് ഉണ്ട്. അതെല്ലാം കൂടെ കഴിച്ച് പേസ്റ്റ് ആയിട്ട് അവിടുന്ന് വേണം താഴോട്ട് പോകാൻ. അത് ചെല്ലുന്നതിന് ഇവിടെ അടുത്ത് കൊണ്ടിടുക. അപ്പൊ അത് വേവത്തില്ല, ഇതും വേവത്തില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ അവിടെ. അവസാനം ചിലർ മിക്കവാറുള്ളവരെല്ലാം അങ്ങനെ രാവിലെ പോകുന്നവര് നേരെ വേണം കക്കൂത്തി പോകത്തില്ല. നേരെ വേണം കക്കൂത്തി പോകണേ നേരെ വേണം ആഹാരം കഴിക്കണം. നേരെ വേണം ആഹാരം കഴിച്ചാലേ നേരെ വേണം കക്കൂത്തി പോകത്തുള്ളൂ. കണ്ടോ, സിമ്പിൾ അല്ലേ? അപ്പൊ വിരുദ്ധ ആഹാരം കഴിഞ്ഞു നമ്മൾ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഒന്നും ഒരു കണക്കൂര് ദാഹിക്കുമ്പോഴൊക്കെ കുടിക്കുക, അത്രേ ഉള്ളൂ. ഒരു കണക്കൂര് ആരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന വെള്ളം ഒരാൾ ഇപ്പൊ സാറ് കുടിക്കുന്ന വെള്ളം ഞാൻ കുടിച്ച് ഈ കൊച്ചു കുടിച്ചാൽ ശരിയാവും. ഈ കൊച്ചു 4 ഗ്ലാസ് ദിവസം 4 കുപ്പി വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. സാറ് കുടിക്കുന്നത് ഒരു 4 കുപ്പി കുടിക്കുന്നു. ഒരു നല്ല തടിയുള്ള ഒരാള്, നല്ല ദഹനമൊക്കെ ഉള്ള ആള്, അയാൾ അത്ര 4 കുപ്പി കുടിച്ചാൽ അത് നല്ല കാര്യം. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും വരുന്ന വെള്ളം കുടിക്കുന്നില്ലേ? ഞാൻ വരുന്ന കുടിക്കാനാ പറയണം. എന്താ കാര്യം അറിയാം? അപ്പൊ കൂടുതൽ ദഹിക്കത്തില്ല. മനസ്സിലായി? ആ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവര് ആഹാരത്തിനോടെ ശരിക്കും വെള്ളം കുടിച്ചോളൂ. അപ്പൊ കൂടുതൽ ദഹിക്കില്ല. ഒന്നാമത്തെ കാര്യം